അപ്പോൾ ചിക്കൻ ബോക്സൊക്കെ മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ മാറി കേട്ടോ, ക്ഷീണം മാറി, കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കാലത്ത് തന്നെ കുളിക്കാം, കുളിച്ചിട്ടൊന്ന് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ഫേസ് പാക്കൊക്കെ ഇട്ടു, അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഫേസ് പാക്ക് ഇട്ടു, പിന്നെ എൻ്റെ നോർമൽ ഫേസ് കെയറും കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കാലൊക്കെ കണ്ടോ ഇങ്ങനെയായി മാറിയിട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് വേണം, വീട്ടിൽ തന്നെ കേട്ടോ, വേറെ പൈസ കൊടുത്തിട്ടൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം ഒന്ന് ശരിയാക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു സംഭവമുണ്ട്, ഡാസിലറിൻ്റെ ഈ വൈപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ക്യൂടെക്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേറൊരു ക്യൂടെക്സ് ഇട്ട് കൊടുക്കാം. അയ്യോ, ഞാനിത് ആദ്യമായിട്ടാട്ടോ ഡാസിലറിൻ്റെ വാങ്ങണേ, വേറൊരെണ്ണം വാങ്ങാറുണ്ട്, അതാ ഞാൻ വാങ്ങാറ്. അത് ഏത് കമ്പനിയാണെന്നൊന്നും അറിയില്ല, അത് ചൈന. നോക്കാം, ഇതിൽ നോക്കി ഇങ്ങനെ ഒരു ക്യാപ്പും കൂടി ഉണ്ട്, ഇത് സെക്യൂർ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ഓപ്പൺ ആക്കിയത് കേട്ടോ. ഇതിപ്പോൾ കിട്ടുന്നില്ല ഒറ്റക്കൈ കൊണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഓണാക്കാൻ, ഇങ്ങനെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ സംഭവം കിട്ടും കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ഒരു ക്യാപ്പും കൂടി ഉണ്ട്. അപ്പോൾ അത് ആ സെക്യൂറായിട്ട് ഇരിക്കും കേട്ടോ. മറ്റേതൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഉണങ്ങിയെന്ന് വരും. അപ്പോൾ അടിപൊളിയാണ്, ഇഷ്ടമായി. അപ്പോൾ ഞാൻ റിമൂവ് ആക്കിയിട്ട് ക്യൂടെക്സ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ദേ നമ്മുടെ ഈ നെയിൽ പോളിഷൊക്കെ, നമ്മുടെ ടൂട്ടസൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഈ പച്ച കളർ ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നേരിട്ട് ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ ഭംഗിയുണ്ട്. എൻ്റെ കാലിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാലൊക്കെ കേട്ടാകും ഒരു പിടിച്ച് ആകെ വൃത്തികേടായ ഒരാഴ്ച കൊണ്ട് തന്നെ വേറെ ഒന്നും നമ്മൾ ചെയ്യാണ്ട് മോയ്സ്ചറൈസർ പോലും പറ്റണില്ലല്ലോ, ഭയങ്കര കാറ്റുമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് റെഡിയാക്കി വരണം വീണ്ടും. അപ്പോൾ അതേ കയ്യിലും കാലിലൊക്കെ ടൂട്ടസ് ഇട്ടൊന്ന് വൃത്തി മെനയായിട്ടോ. ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ സ്കിൻ കെയർ പെട്ടി. അപ്പം ഇതിലാണ് ഇതൊരു എവിടുന്നോ നമുക്കിങ്ങനെ 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയതാട്ടോ. 10-50 രൂപയ്ക്ക് കിട്ടിയ ഒരു പെട്ടിയാണ്, അടിപൊളിയാണ്, മൂടിയൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട്, ഗുഡ് വൈബ്സിൻ്റെയാണ്, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇതിൽ പുതിയ ഐറ്റംസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറയാത്തത്. ടോണർ അടിച്ചതിന് ശേഷം കുറച്ചൊന്ന് മുഖത്തൊന്നിങ്ങനെ തപ്പി കൊടുക്കുക, അപ്പോൾ അതങ്ങനെ ഉണങ്ങിക്കോളും. പിന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സാധനമായിട്ടുള്ള സെറം യൂസ് ചെയ്യുക. സെറം ഞാൻ എന്നും ഉപയോഗിക്കുന്ന പോൺസിൻ്റെ സെറം തന്നെയാണ് കേട്ടോ. പോൺസിൻ്റെ അല്ലെങ്കിൽ ഗുഡ് വൈബ്സിൻ്റെ, അങ്ങനെയാണ് ഞാൻ മാറി ഉപയോഗിക്കുക. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോൺസിൻ്റെയാണ് ഉപയോഗിക്കുന്നത്, കാരണം പാടുകളൊക്കെ പോകാനായിട്ട് എളുപ്പമാണ്. പിന്നെ പോൺസിൻ്റെ എനിക്കൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടെക്സ്ചർ. പിന്നെ പൈസ 150ൻ്റെ താഴെ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പോൺസും ഗുഡ് വൈബ്സും നമുക്ക് വാങ്ങാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വല്ല പാടുകളൊക്കെ 2-3 കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പാടുകളൊക്കെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഒരു 5 മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യാം. കാരണം നല്ല പോലെ ഒന്ന് അത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പെനട്രേറ്റ് ആയിട്ട് പോവട്ടെ. അതിനുശേഷം നമ്മുടെ പോൺസിൻ്റെ തന്നെ ജെല്ലല്ലാത്ത മറ്റേ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ജെല്ലായിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വരുമ്പോൾ എനിക്ക് ജെല്ലും കൂടെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു അസ്വസ്ഥത തോന്നുന്നു. അല്ലാതെ അത് ഒരു പ്രശ്നമായിട്ടല്ല കേട്ടോ. ജെല്ല് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വലുത് തന്നെ ഞാൻ വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഡോട്ട് ആൻഡ് കീയുടെ ഈ വാട്ടർ മെലൻ്റെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ എല്ലാം ഞാൻ ഉപയോഗിക്കും കേട്ടോ. സൺസ്ക്രീൻ എനിക്കിഷ്ടമാണ്, അടിപൊളിയാണ്, നല്ല കവറേജ് ഉണ്ട്, വൈറ്റ് കാസ്റ്റ് ഇല്ല. എൻ്റെ ഈ കറുപ്പ് കളറുള്ളവർക്കൊക്കെ ഈ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സൺസ്ക്രീൻ. എനിക്ക് ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ലോട്ടസിൻ്റെ ഉപയോഗിക്കാറുണ്ടായിരുന്നു, അത് ഭയങ്കരമായിട്ട് വിയർക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവാറുണ്ട്. ജെല്ലിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ അത്. പിന്നെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ഡോട്ട് ആൻഡ് കീടെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതല്ലാണ്ട് പിന്നെ വേറെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വേറെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ്. ഒരെണ്ണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ അതന്നെ ഉപയോഗിക്കുള്ളൂ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞാനൊന്ന് വെറുതെ ഒന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, വീഡിയോക്ക് ഒന്ന് എടുത്ത് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനൊന്ന് വെറുതെ പൗഡർ മാത്രം ഇട്ട് കൊടുത്തു, വേറെ മേക്കപ്പൊന്നും അല്ല ഉദ്ദേശിച്ചത്. പൗഡർ ഇട്ട് കണ്ണെഴുതി കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് പൊട്ടും കുത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ഇതിലിടുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്തും കൂടും. പിന്നെ എനിക്കിങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ചെയ്യാൻ വീഡിയോ എടുക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം. എത്ര നാളെ കൂറ പിടിച്ച് കിടക്കായിരുന്നു, 1 മാസത്തോളമായി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട്. അപ്പോൾ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ. ടാറ്റാ.